നമ്മുടെ മാൻകേ പ്രോജക്റ്റിലെ പവർ സപ്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ താഴെ സെപ്പറേറ്റ് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. മീറ്റർ ബോക്സിന് തൊട്ട് ചേർന്നതായിട്ട് തന്നെ അതിനകത്ത് SPD ഉണ്ടാവും, ഒരു ULCB ആയിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഡെഡിക്കേറ്റഡ് ഫേസ് ന്യൂട്രൽ എർത്ത് ഇങ്ങടേക്ക് സ്ട്രെയിറ്റ് അവേ വരുവാണ്. SPD കഴിഞ്ഞിട്ട് ഒരു പ്ലഗ് ഊരിയിടാൻ പാകത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഊരിയിടാൻ വേണ്ടിയിട്ടാണ്. SPD പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുമെങ്കിലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഊരിയിട് തന്നെയാണ് ഏറ്റവും നല്ലത്. ആ ലൈൻ വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇതിൽ നിന്ന് സെർവോ സ്റ്റെബിലൈസറിലോട്ടാണ് പോകുന്നത്. ഇത് കസ്റ്റം ഡിസൈൻഡ് ആണിത്. വെർട്ടെക്സിന്റെ ഇത് ഓഡിയോ ഗ്രേഡ് രീതിയിൽ ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ EMI-RF ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഔട്ടാണ് അതിനകത്ത് വരിക. ഇതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പണൻസ് എല്ലാം തന്നെ നോ കോംപ്രമൈസ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ളവയാണ്. അതിപ്പോൾ സെർവോ മോട്ടർ ആയിക്കോട്ടെ, വോൾട്ടേജ് കറക്ഷൻ കോയിൽ ആയിക്കോട്ടെ, മോട്ടറിൽ നിന്നുള്ള സെർവോ ആം ആൻഡ് അതിന്റെ പൽചക്രങ്ങളായിക്കോട്ടെ, ഒട്ടും നോയ്സ് ഉണ്ടാക്കാത്ത എന്നാൽ ഈട് നിൽക്കുന്ന മെറ്റീരിയൽസ് ഉള്ളവയാണ്. ഇത് കൂടാതെ ഒരു ഹൈ ക്വാളിറ്റി ബക്ക് ബൂസ്റ്റ് ട്രാൻസ്ഫോമർ കൂടി ഉള്ളതുകൊണ്ട് വോൾട്ടേജ് റോക്ക് സോളിഡ് പോലെ സ്റ്റഡി ആയിരിക്കുകയും ചെയ്യും. ഇതെല്ലാം മൈക്രോ പ്രൊസസർ കൺട്രോൾഡ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 230 വോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്താൽ ഈവൻ 2 to 3 വോൾട്ട് ഡിഫറൻസിൽ തന്നെ സ്മൂത്ത് ആയിട്ട് വോൾട്ടേജ് കറക്ഷൻ നടക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ക്ലീൻ ആൻഡ് റിലയബിൾ സപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം എക്യുപ്മെന്റ്സ് കേടായി പോകുന്നത്. ഇല്ലെങ്കിൽ കൊല്ലങ്ങളോളം ഒരു കേടും കൂടാതെ ഇതൊക്കെ വർക്കാകും. എന്നിട്ട് ഇതിന് എല്ലാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സർക്യൂട്ട്സ് ആണ് വരുന്നത്. അതാണ് ആംപറാക്കിലേക്ക് പോകുന്നത്. ഇത് പ്രൊജക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫ്ലൈൻ UPS ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട് ഓഫ്ലൈൻ UPS പോയി പ്രൊജക്ടറിലേക്ക് പോകും. ഇതിന് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എർത്തും സെപ്പറേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്, വേറെ ഷെയർ ചെയ്യില്ല. ലൈറ്റിനൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ടാണ്. ഇത് ഹോം തിയേറ്ററിന്റെ എക്യുപ്മെന്റ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് താഴെ നിന്ന് വരുന്നത്.